കുളപ്പുള്ളി തൃപ്പുറ്റക്കാവ് പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ നിലയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ഷൊർണൂർ നഗരസഭ കുളപ്പുള്ളി 3-ാം വാർഡ് തൃപ്പുറ്റക്കാവ് പരിസരത്ത് കഴിഞ്ഞ ദിവസം പോത്തിന്റെയും മറ്റും അറവ് മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും ചേർന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇതുമൂലം പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയും നേരിടേണ്ടി വന്നു. വഴിയാത്രക്കാരും തൃപ്പുറ്റ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും വാഹനയാത്രക്കാരും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടി. മാലിന്യം നിക്ഷേപിച്ചവർക്കായി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെതിരായ നടപടികൾക്ക് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയെയും പോലീസിനെയും സമീപിക്കുമെന്ന് വാർഡ് കൗൺസിലർ നിഷ്ഠ ശശികുമാർ വ്യക്തമാക്കി. രാവിലെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഭക്തജനങ്ങൾക്കും അമ്പലത്തിൽ നിരവധി ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട്. ഒരു പരിസരമാണ് ഇവിടെ. അവിടെ രാവിലെ നോക്കുമ്പോൾ ഇന്ന് അറവും മാലിന്യം തള്ളിയ രീതിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ഇവിടെ നിരവധി ആളുകൾ രാവിലെ ജോലിക്കായിട്ടും സ്കൂൾ വിദ്യാർത്ഥികളും വന്ന് കയറി പോകുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ അമ്പലത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇവിടെ അറവും മാലിന്യം പരിസരത്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന രീതിയിലാണ്. വളരെയധികം സ്മെല്ല് വരുന്നൊരു ഇതാണ് കണ്ടിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഹെൽത്തിലെ ജീവനക്കാർ വന്നിട്ട് അവർക്ക് പോലും അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സമീപനമാണ് ഇവിടെ. ആരാണ് അത് കൊണ്ടുചെന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സമീപ പ്രദേശത്തായിട്ട് തൊഴിലുറപ്പിലെ പ്രവർത്തകർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് പോലും അസഹനീയമായിട്ടുള്ള സ്മെല്ല് കാരണം കൊണ്ട് പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ നിരവധി CCTVകളുള്ള വീടുകളും അമ്പലത്തിലും ഉണ്ട്. പരിസര പ്രദേശത്ത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആ ബാങ്കിലും CCTV പരിശോധിച്ചുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ഈ ഒരു കാര്യം ആരാണോ ചെയ്തിട്ടുള്ള അവർക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പേരിൽ